ഹെൻറി എന്നൊരാൾ ലോട്ടറിയിൽ $80 മില്യൺ വിൻ ചെയ്യുന്നു. പക്ഷേ സന്തോഷം കാരണം അടുത്ത നിമിഷം തന്നെ നെഞ്ചുവേദന വന്നു വീഴുന്നു. അതിനുശേഷം 2 നഴ്സ് അകത്തേക്ക് വരുന്നു. നോക്കുമ്പോൾ അതിനുള്ളിൽ തന്നെ ഹെൻറി മരിച്ചിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായി ആ ലോട്ടറി ടിക്കറ്റ് കണ്ട ലീന കൂടെ വന്ന മുതിർന്ന സിസ്റ്ററിനോട് ആ ടിക്കറ്റ് നമുക്ക് എടുക്കാമെന്ന് പറയുന്നു. പക്ഷെ ആ സിസ്റ്റർ മരിച്ചവരുടെ കാശ് എടുക്കുന്നത് തെറ്റാണ്, അതുകൊണ്ട് വേണ്ടെന്ന് പറയുന്നു. അതേസമയം മറ്റൊരു നഴ്സ് അകത്തേക്ക് വന്നതും ലീന അവൾക്ക് $10 മില്യൺ കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷെ ആ നഴ്സ് വളരെയധികം സ്മാർട്ടായി അവൾക്ക് ഈക്വൽ ഷെയർ വേണമെന്ന് പറയുന്നു. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നഴ്സിംഗ് ഹോമിന്റെ ഡയറക്ടറും മറ്റൊരു മേൽ നഴ്സും അകത്തേക്ക് വരുന്നു. അദ്ദേഹത്തെ കണ്ട ലീന ലോട്ടറി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുന്നു. അപ്പോൾ ആ മുതിർന്ന സിസ്റ്റർ എല്ലാ പ്രശ്നവും കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. നോക്കുമ്പോൾ അവരുടെ ഡയറക്ടറും കാശ് നമുക്ക് വീതിച്ചെടുക്കാമെന്ന് പറയുന്നു. അത് കേട്ട ആ സിസ്റ്റർ ഷോക്ക് ആവുന്നു. എന്നാലും ആ സിസ്റ്റർ ഈ കാശ് ഹെൻറിയുടെ മക്കൾക്കാണ് കിട്ടേണ്ടതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. പക്ഷെ ഒരാൾ സമ്മതിച്ചില്ലെങ്കിൽ പോലും ആർക്കും ആ കാശ് കിട്ടില്ലെന്ന് പറഞ്ഞ് എല്ലാവരും ആ സിസ്റ്ററിനോട് കെഞ്ചാൻ തുടങ്ങുന്നു. അതേസമയം ഹെൻറിയുടെ മക്കൾ അദ്ദേഹത്തെ കെയർ ചെയ്യുന്നതുമില്ല. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ ആ സിസ്റ്റർ സമ്മതിക്കുന്നു. തുടക്കത്തിൽ അവർക്ക് അതിൽ താല്പര്യമില്ലെങ്കിൽ പോലും കാശ് കിട്ടിയതിനു ശേഷം അവരുടെ ക്യാരക്ടർ തന്നെ മാറിപ്പോകുന്നു. അതിനുശേഷം എല്ലാം നോർമലായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വർഷത്തിന് ശേഷം ആ നഴ്സിംഗ് ഹോമിന്റെ ഡയറക്ടർ മരിച്ചെന്ന് പറഞ്ഞ കോൾ വരുന്നു. അതിൽ ഷോക്കിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ അയാളെ കൊന്നത് ഹെൻറി എന്ന് പേരുള്ള ഒരാളാണ്. അപ്പോൾ അവരിൽ ഒരാൾ ആ മുതിർന്ന നഴ്സ് പറഞ്ഞതുപോലെ അത് അയാളുടെ ബാഡ് ലക്ക് ആണെന്ന് പറയുന്നു. കാരണം അവൾക്ക് ക്യാൻസർ ആണ്, പെട്ടെന്ന് തന്നെ മരിക്കുമെന്ന് അവൾ പേടിക്കുന്നു. പക്ഷെ ആ മുതിർന്ന നഴ്സ് അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഈ കാശ് യൂസ് ചെയ്ത് നിനക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു പ്രതീക്ഷ കിട്ടുന്നു. പക്ഷെ അടുത്ത 3 ദിവസത്തിൽ തന്നെ ക്യാൻസർ വന്നവൾ മരിക്കുന്നു. വീണ്ടും ഷോക്കിംഗ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവളെ ട്രീറ്റ് ചെയ്ത ഡോക്ടറിന്റെ പേര് ഹെൻറി എന്നാണ്. അതുകൊണ്ട് പേടി തോന്നി ആ മേൽ നഴ്സ് ആ കാശ് തിരികെ കൊടുക്കാൻ പോകുന്നതായി പറയുന്നു. അത് കേട്ട ഈ നഴ്സ് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലും അവൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. ഉടനെ അവനെ ഫോളോ ചെയ്ത അവർ അവന്റെ മുഖത്തടിച്ചതും അവൻ സ്ലിപ്പായി സ്റ്റെപ്പിലൂടെ ഉരുണ്ടു വീണ് പാറയിൽ തലയിടിച്ച് മരിക്കുന്നു. നോക്കുമ്പോൾ അവിടെ ഒരു വണ്ടി കിടക്കുന്നു. അതിൽ ഹെൻറി എന്ന് എഴുതിയിരിക്കുന്നു.